ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറി ഒരു നാടൻ ഒഴിച്ചുകറിയാണ്. നാടൻ ഒഴിച്ചുകറിയാണെങ്കിൽ നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ച് വേവിക്കുന്ന രീതിയിലല്ല ഈ ഒരു കറി ചെയ്യുന്നത്. കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ്. നമ്മുടെ വെണ്ടയ്ക്ക പരിപ്പ് തക്കാളി ഒഴിച്ചുകറിയാണ്. അപ്പോൾ നിങ്ങൾ ഈ കറി ഈ രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വെണ്ടയ്ക്ക പരിപ്പ് തക്കാളി കറി ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 100 ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, 3 പച്ചമുളക്, 4-5 ഉള്ളി, അതുപോലെ തന്നെ 1/2 കപ്പ് പരിപ്പ്, തുവരപ്പരിപ്പാണ്, 1/2 കപ്പ് തേങ്ങ ചിരവിയത്. ആദ്യം നമുക്ക് പരിപ്പ് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഒറ്റ വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുന്നുള്ളൂ. 1/2 കപ്പ് തുവരപ്പരിപ്പ് കുക്കറിൽ വേവിക്കുമ്പോൾ എൻ്റെ കുക്കറിൽ ഒറ്റ വിസിലിൽ വെന്ത് കിട്ടാറുണ്ട്. നിങ്ങളുടെ കുക്കറിൽ വെന്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തോളൂ. ബാക്കിയുള്ളതൊന്നും നമ്മൾ കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമില്ല, മൺചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പരിപ്പൊന്ന് കുക്കറിൽ വേവിക്കാൻ വയ്ക്കട്ടെ. കഴുകി ഉപ്പ് മാത്രം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അത് ഞാൻ കാണിക്കുന്നില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാം. അപ്പോൾ ഞാനിതൊന്ന് വേവിക്കാൻ വെച്ചേക്കട്ടെ. അപ്പോൾ നമ്മുടെ പരിപ്പ് അപ്പുറത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇനി മൺചട്ടിയിൽ വേവിച്ചല്ല പരിപാടി, നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയും വഴറ്റിയെടുത്തിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ വേവിച്ചെടുക്കുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ചേർക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് വെണ്ടയ്ക്കയും വഴുതനങ്ങയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വെണ്ടയ്ക്കയിന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെണ്ടയ്ക്കയുടെ കളറൊക്കെ ഒന്ന് മാറി വെണ്ടയ്ക്ക കുക്കായി തുടങ്ങണം. ഓവറായിട്ട് കുക്കായി പോകണ്ട, വെണ്ടയ്ക്ക ഒന്ന് ഹാഫ് കുക്കായി വരണം. അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിവിടെ ആവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അരപ്പിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അരപ്പിലേക്കായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത് ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ നല്ല ജീരകം ക്യൂമിൻ സീഡ്സ്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. മുളക് പൊടി നമുക്ക് പിന്നീടാണ് ചേർക്കേണ്ടത്. മുളക് പൊടി ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ അരപ്പ് ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വെണ്ടയ്ക്കയിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട്, അത് ചേർക്കാം. നമ്മുടെ വെണ്ടയ്ക്ക ഇത് കണ്ടോ, കളറൊക്കെ മാറി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന പച്ചമുളക് ഉണ്ടല്ലോ, ആ പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. നമ്മുടെ കറിയുടെ എരിവ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ പച്ചമുളക് തന്നെയാണ് കേട്ടോ. ഒരുപാട് എരിവുള്ള കറിയല്ല, ചെറിയൊരു എരിവുള്ള കറിയാണ്. അപ്പോൾ പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. നിങ്ങൾക്ക് റൗണ്ടിൽ കട്ട് ചെയ്ത് ചേർക്കണമെങ്കിൽ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുമ്പോൾ നമുക്ക് ആ പച്ചമുളക് എടുത്ത് മാറ്റി കുട്ടികൾക്കൊക്കെ കറി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതായിരിക്കും എളുപ്പം. ഇനി നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ചേർക്കാം. തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ ഒപ്പം തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ വെണ്ടയ്ക്കയിലേക്ക് ഉപ്പ് ചേർത്തുണ്ടായില്ല, അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി തക്കാളിയും ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി വല്ലാതെ ഉടഞ്ഞു പോകരുത്. തക്കാളിയുടെ ആ സ്കിന്നൊക്കെ ഒന്ന് വിട്ട് തുടങ്ങുന്ന പാകത്തിൽ വഴറ്റിയെടുക്കുക. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാൻ. നമ്മൾ കഷ്ണങ്ങളൊക്കെ വേവിച്ചുണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റും കൂടുതലാണ്, പക്ഷെ എളുപ്പവുമാണ്. അതുപോലെ തന്നെ നിങ്ങളിങ്ങനെ ഒരു കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈ രീതിയിലുള്ള കറി ഏതിനാണ് ടേസ്റ്റ് എന്നുള്ളത്, നമ്മൾ വെള്ളം ഒഴിച്ച് വേവിച്ചിട്ടുള്ള കറിക്കാണോ അല്ലെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കുന്ന കറിക്കാണോ ടേസ്റ്റ് എന്നുള്ളത് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ നമ്മുടെ തക്കാളിയും വഴന്ന് വന്നിട്ട് തൊലിയൊക്കെ വിട്ട് വന്നു തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിക്കണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിക്കാം കേട്ടോ. ഞാൻ എൻ്റെ കുക്കർ ഇവിടെ ചീറ്റി തെറിച്ച് ഇവിടെ ടൈലിലൊക്കെ തെറിക്കുന്നതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിക്കാത്തത്. ഇനി പരിപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി അരപ്പും കൂടി ചേർത്ത് നമുക്ക് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അരപ്പ് ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക.
എന്താണെന്ന് വെച്ചാൽ അരപ്പ് വേഗം തിളച്ചു പോകരുത്, അതുകൊണ്ടാണ് ഫ്ലെയിം കുറച്ച് വയ്ക്കാമെന്ന് പറയുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് അരപ്പൊന്ന് ലൂസാക്കി എടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കണ്ട, പരിപ്പായതുകൊണ്ട് കുറുകി പോവും. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കുക. ഞാനൊന്ന് മിക്സാക്കി എടുക്കട്ടെ. കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം തിക്നെസ്സിലുള്ള കറിയാണ്. ഒരുപാട് ലൂസായിട്ടുള്ള കറിയല്ല, ഒരുപാട് തിക്കായിട്ടുള്ള കറിയല്ല. അപ്പോൾ ഒരു മഞ്ഞക്കറിയല്ലേ, നമ്മുടെ ഈ കറിക്ക് കുറച്ചുകൂടി ഭംഗിയൊക്കെ ആക്കണം. അപ്പോൾ ഈ അരപ്പൊന്ന് ചൂടായി വരട്ടെ. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. അരപ്പ് ചൂടായി വരുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പക്ഷേ എരിവ് കുറവാണെങ്കിലും നമ്മൾ ഇനി ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് എരിവ് കൂടി വരും. അതുകൊണ്ട് നിങ്ങളിപ്പോൾ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാതിരിക്കുകയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഉപ്പ് മാത്രം കറക്റ്റ് ചെയ്യുക കേട്ടോ, അതാണ് ഏറ്റവും നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഇനി ചെയ്യുന്ന കാര്യങ്ങളും കൂടി കണ്ടിട്ട് അല്ലേ നിങ്ങൾ കുക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളിപ്പോൾ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. അപ്പോൾ നമ്മുടെ കറിയിൽ നിന്ന് നന്നായിട്ടൊന്ന് ആവി വരട്ടെ. ആവി വരുമ്പോൾ നമുക്ക് കറി മാറ്റി വെച്ചിട്ട് വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉള്ളി ഉണ്ടല്ലോ, ആ ഉള്ളി ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതൊന്ന് ആവി വരുമ്പോൾ ഞാൻ മാറ്റി വയ്ക്കാൻ പോവാണ്. നന്നായിട്ട് ആവി വന്ന് തുടങ്ങുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് ആവി വരട്ടെ. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ തിള വരും, ചട്ടിയല്ലേ. അപ്പോൾ ഒന്ന് ലൂസാക്കണം എന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം മാത്രം ഇനി ചേർക്കുക. ഇനി പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡിയായി, ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഞാനിത് മാറ്റി വയ്ക്കട്ടെ, വേറൊരു പാൻ വയ്ക്കട്ടെ. അപ്പോൾ നമ്മൾ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ വേണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ലേ, വറവിടുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ആ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കുക. ഉള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളിയുടെ കളറൊന്ന് മാറി വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 3 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉള്ളി ഒന്ന് ബ്രൗൺ ആയി തുടങ്ങണം. വല്ലാതെ ബ്രൗൺ ഷെയ്ഡ് ആവണ്ട, ബ്രൗൺ ആയി തുടങ്ങണം. അപ്പോൾ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോകരുത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പിയൊക്കെ ആണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യവും കൂടി ചേർക്കാനുണ്ട്. അത് ഉള്ളി ഒന്നുകൂടി കളർ ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ വേണം. അപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിരുന്നു കേട്ടോ, ഇതുപോലെ തന്നെ ഈ വറവിടുന്ന പാത്രം ഒന്ന് മാറ്റിക്കൂടെ എന്ന് വെച്ചിട്ട് കടുകൊക്കെ പുറത്തേക്ക് ചാടി പോകുന്നു എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഏറ്റവും കംഫർട്ട് ഈ ഒരു പാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെ വറവിടുന്നത് കേട്ടോ. വലിയ പാനിൽ വെച്ചിട്ട് വറവിടുമ്പോൾ കൂടുതൽ കടുക് ചാടി പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ പാത്രത്തിൽ വെച്ച് വറവിടുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണല്ലോ, അതുകൊണ്ടാണ് ഇതിൽ വറവിടുന്നത്. പിന്നെ ചട്ടിയിലൊക്കെ വറവിടുകയാണെങ്കിൽ ചട്ടി ചൂടായി വരാൻ കുറേ സമയമെടുക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇത് കണ്ടോ, ഈ ഒരു കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം. ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. മുളക് പൊടിയുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിയിലേക്ക് ഞാൻ നമ്മുടെ വറവ് ചേർക്കുകയാണ്. ഇതൊന്ന് ചേർത്ത് ഇളക്കുമ്പോൾ തന്നെ നമ്മുടെ കറിയുടെ കളറ് മൊത്തത്തിൽ അങ്ങോട്ട് മാറിക്കോളും. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാതിരിക്കുകയാണ്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ കറക്റ്റായിട്ട് ആ എരിവ് എല്ലാ ഭാഗത്തേക്കും പിടിച്ചോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെണ്ടയ്ക്ക പരിപ്പ് തക്കാളി കറി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികളൊക്കെ എടുത്ത് നോക്കുക. നീതാസ് ടേസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പിയുടെ പേര് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള റെസിപ്പി ആണെങ്കിൽ ആ റെസിപ്പി നിങ്ങൾക്ക് കിട്ടും.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.